കാണിച്ചേ. ചട്ടിയും കോപ്പും മനസ്സിലെ കളിയാക്കുന്നത് അതിലുണ്ട്. നീ സീരിയസ് ആയിട്ട് എടുക്കലടാ. പിള്ളേര് തമാശ പറഞ്ഞു വെച്ചിട്ട് നീ എവിടേക്കാ പണിയിട്ട് പോണ്? പിള്ളേര് എന്ത് തമാശ? എന്താ തമാശ? ഓണത്തിലെ തമാശ. ഇനിയേ എനിക്ക് നിങ്ങളോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പോവാ. പോവല്ലേ? പരിഹാരം നീങ്ങട് വാ. നീയേ പ്രദീപിന്റെ ശവമയം കൊണ്ട് കയറും. പ്രദീപിന്റെ വാക്കാ കേട്ടാ. കോപ്പം വേണ്ട. ഇവിടെ ഇവിടെ ഇതെന്തേ ശവായിട്ട് വരലോന്ന് പറഞ്ഞിട്ട്? ശവായ ഇത് അവളല്ലേ നീന? അവള് പോയില്ലേ? അവള് പോയിട്ടില്ല. മൂങ്ങ നോക്കിക്കണ പോലെ ഇങ്ങടെ നോക്കിക്കണ്ട്. അല്ലടാ കൊഴപ്പില്ലടാ. ഇത് അറിയണ കൊച്ചല്ലേ, ഇങ്ങോട്ട് പോന്നോട്ടെ. നീ എന്തിനാ ഇങ്ങോട്ട് വെച്ചിരുന്നു? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവളിങ്ങോട്ട് തന്നെ വരണേ. തേങ്ങ പോലെ പ്രതിഭ സുബിനെ നോക്കിയടാ. വയസ്സായവര് എന്താ താറാവ് നടക്കണ പോലെ പോണോക്കി. നാളെ നാളെ നാളെന്ത്? നീ കാണിക്കണ നാളാന്നെനിക്ക് മനസ്സിലായി. ഈ കാര്യം എന്താന്ന് പറയും? പെണ്ണ് കാണുന്നു. എന്ത്? അല്ല ഞാൻ വിചാരിച്ചു ഈ പഞ്ചായത്തിലെ പെണ്ണ് കേട്ടത് തുരുമ്പിടിച്ച് പോണ നീ മാത്രമായിരിക്കും. ആദ്യത്തെ പെണ്ണ് കാണലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഇരിക്കട്ടെ. എന്നാലേ എനിക്കൊരു കാര്യം പറയണ്ട. പെണ്ണ് കാണാൻ പോയിട്ട് അവള് നിന്റെ വീട്ടിലേക്ക് എത്തണവരെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? വിനയം. ഹലോ, എന്താ വിനയം? വിനയം വാരിക്കോരി കൊടുക്കും. മനസ്സിലായ? നിങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചെന്ന് ഓർമ്മയില്ല? ഓസ്കാർ അഭിനയായിരുന്നു. ഹലോ 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 ഓസ്കാർ അഭിനയം. ഓസ്കാർ അഭിനയം. ബോള് പിടിക്കണം. സൂബിനെ കാറ്റുകൊണ്ട് നിൽക്കാൻ ബോൾ പിടിക്കടാ. നിനക്കൊരു ഷെഡ് ഇട്ടുവിടാ. നമ്മുടെ ടീമാ, അത് നമ്മുടെ പോസ്റ്റ്. വേണ്ട വേണ്ട. ഇപ്പൊ തന്നെ പോയ പോലെ എന്തുകൊണ്ട് കാണിക്കണേ? നോക്കി നിക്ക്. കേറി കളിക്കടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാണ്ട്. തല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. എന്താ? നാളെ പെണ്ണ് കാണാൻ പോണേ. നാളെ പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഒരു ഷെഡ് ഇട്ടോട്ടാ. അതെ, ഒരു പെണ്ണിന് വേണ്ടി ഉള്ള ശീലങ്ങൾ മാറ്റുന്നതല്ലേ പ്രദീപ് കേട്ടാ. 5ാം ക്ലാസ് മുതല് പ്രദീപ് വിത്തൗട്ടാണ്. ഇനി അതങ്ങനെ തന്നെയായിരിക്കും. എടാ, അത് കണ്ടുവരുന്ന പെൺപിള്ളേർ വന്നാ മതി. എനിക്ക് അത്രേ ഉള്ളൂ. പ്രദീപിന് അത്രേ ഉള്ളൂ. പ്രദീപിന് ഒറ്റ വാക്കേ ഉള്ളൂ കേട്ടല്ലോ, ഒറ്റ വാക്ക്. നീ എന്റേതല്ലേ ഞാൻ അങ്ങോട്ടോ. ഇതെന്ത് കേട്ടത്? അറ്റല്ലേ ഇങ്ങടെ ഇറങ്ങിയിട്ടില്ലേ? ഒരുക്കം കഴിയേണ്ടത്. ആരാ ഇവിടെ പറഞ്ഞ? ആരാന്ന്? ബ്രോക്കറേ, ബ്രോക്കർ അച്ഛൻ. ബ്രോ സുനി 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 മോനെ. സുനി മോനെ. അച്ഛൻ
ഹലോ എടി ഒരു വട്ടം വന്നിട്ടുണ്ട് ഇവിടെ. ആ നിന്റെ അനിയന്റെ ആരാടി? കൂട്ടുകാരാണ് തോന്നുന്നു. ആളെ കണ്ടു ഇത് ചെക്കാനല്ല തന്തയാളോ. ഞാനേറ്റു ആ വാ നുക്കാവലയ്യ നിക്കാവല കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ട് ഇന്ന് തന്നെ ഞാൻ കുട്ടിയെ വിളിച്ചെടുക്കൊണ്ട് പോകുന്നതായിരിക്കും. വരും ലാലേട്ടാ വേണം. നിക്കാവല ഇറങ്ങോ? ആ വരുന്നു. നക്ക് 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 ബ്രോ എനിക്ക് പറ്റിയ ഒരു പെമ്പിള്ളേരുണ്ടാ ഫോട്ടോ കാണിച്ചില്ല. എടി കല്യാണല്ല പെണ്ണുകാണല്ലാന്ന് പറ. ചേട്ടന് പറഞ്ഞൂടെ? പറയടി. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്, നിനക്ക് ഇവിടെ വന്നൂടെ? എടി അങ്ങനല്ല, കല്യാണല്ല പെണ്ണുകാണല്ലെന്ന് പറ. നിന്റെ കല്യാണം ഒന്നുമല്ല, പെണ്ണ് കാണലാണ്. ഒന്നുകൂടി വായു പോരെ. അയാളോട് കൂടെ ഇടക്കല്ലേന്ന് പറ. തന്നോടുള്ളത് ഇളക്കല്ലേന്ന് സമാധാനായില്ലേ? അപ്പൊ പോലെ ഇതെന്താ പരിപാടി? ഇത് കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ്. ചേട്ടന് നല്ല സ്നേഹത്തിലല്ലേ? പിന്നെ ഭയങ്കര സ്നേഹല്ലേ. അതെ നീ ഇന്നലത്തെ കളിയണ്ട? ആ ഞാൻ നല്ല കളിയുണ്ട്. നീ കളിയണ്ട? എന്തായാലും ഊണയുടെ കൂട്. പിന്നെ രോമാഞ്ച സാധനം കേട്ടോ. ഓ ഇന്നലെ മറ്റേ മടക്കി പോയി കണ്ടില്ലേ കൂടി. ഈ ബ്രോക്കർ ഇത് എവിടേക്കാ ഓർണേ? ഇതിപ്പോ നിന്റെ കല്യാണം അവന്റെ കല്യാണം കൊച്ചു കള്ള അവന്റെ കല്യാണം അയക്കാൻ മുട്ടിക്കുക. അപ്പൊ പോവാ. നിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓർമ്മ എനിക്ക്. എന്ത് വിനയം ചിരിക്കി ഉള്ളിന്ന് വരട്ടെ. പെണ്ണിനാണ് കാണാൻ പോണത്. എങ്ങനെ അതൊക്കെ? ഞാൻ നിനക്ക് ആല് നേരിട്ടെ. താനൊന്ന് മര്യാദയ്ക്ക് ഒന്ന് ഇരിക്കും. ഒന്നതിൽ പെണ്ണ് കാണാൻ പോലുള്ളൂ. ആ മുണ്ടൊക്കെ ഒന്ന് നേരെ എടുക്കും. നീ എന്താ ഉണ്ട കുത്തിവെച്ചിരിക്കേ? ഒന്ന് നേരെ മതി. കുറച്ച് വിനയത്തിലേക്ക് ഇരിക്കേ. ഇതൊക്കെ നിറക്കിട്ടെ. അങ്ങോട്ട് ഇറക്ക്. ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. ഇതെന്താ പശു ചാണകിടാൻ പോകും? എടാ പിന്നെ കാണിച്ചാടാ. നീ കുറച്ച് ഇവിടെ വിനയത്തിലേക്ക് നോക്കി. ആ ഇത് കണ്ടാ പെണ്ണ് പേടിച്ചോടും. വിനയത്തോടെ ചിരിച്ചോ. എന്നാലും എനിക്ക് ശരിക്കും അറിയാം. നിനക്ക് എന്താ വേണ്ടേ? വിനയല്ലേ വേണ്ടേ? ആ ഞാൻ ചെയ്തോളാം. ചെയ്യോ? ചെയ്യാം. ചെയ്യാം. വരൂലേ? ഒന്ന് വന്നേ. എനിക്ക് ഓർമ്മയില്ല. എടാ എൻ്റെ ആവശ്യമില്ല. നിന്നെ പോലാണ് ഞാൻ. എടാ എനിക്ക് ലുക്കില്ലേ? ഇപ്പം എന്തിനാവട്ടെ. എന്തായാലും വൈകിട്ട് മണ്ടം പൊക്കെയുള്ളൂ. അതെ ആദ്യം നടക്കട്ടെ, എന്നിട്ട് മണ്ടം മണ്ടാക്കാം. നീ ഇങ്ങോട്ട് നടന്നേ. കാണിച്ചേരടാ. കൊള്ളാല്ലേ? കൊള്ളാം. കണ്ണാടി നീ എന്തൊട്ട് തേങ്ങ കാണിക്കണ? മുടിയെ കിട്ട. ഇയാളെ കൊണ്ട് ചേട്ടങ്ങാറായാലും മനുഷ്യ. എടാ ഞാനിപ്പോൾ അവിടെ ചെന്ന് ഈ മുടി ചെയ്യാൻ നിന്ന് അവർ വിചാരിക്കും ഇനി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുമെന്ന് വിചാരിക്കും. അതല്ലേലും തോന്നും. കണ്ണി കണ്ടവരൊക്കെ കാറ് വിളിച്ചിരുന്ന അപ്പഴാ ഞാൻ പറഞ്ഞോ. എടാ ഡീസന്റ് വീടെത്തി. ഹലോ ചാടി ഇറങ്ങില്ലേട്ടാ. വീടെത്തി. ഇറങ്ങിക്കോ. ഇറങ്ങടാ. ഇടത് കാലം വലത് കാലം ഊത്തി ഇറങ്ങാം, അല്ലെങ്കിൽ പെണ്ണ് പോകും. എത്തിട്ടോ? ഇന്നെ മണ്ടമുക്കുണ്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു പ്രശ്നം. എന്താ? പെണ്ണ് കാലത്ത് അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ കാലത്ത് അമ്പലത്തിൽ പോയിട്ട് പിന്നെ തിരിച്ചൊന്നുമില്ല അതല്ലേ? എനിക്കറിയില്ല. പ്രതിഭേ വാ പോവാം. എന്താണ് കല്യാണം മുടങ്ങി. ബ്രോക്കറെ എന്താണ് സുബിനെ? ആർക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടം. എല്ലാവർക്കും എനിക്കിഷ്ടമല്ല. ഒരട്ടങ്ങോട്ട്. എന്താണ്
വീരൻ വീഴണ കണ്ട തിന്നണ് ഗോതമ്പുണ്ട കാലം കൊട്ടണ ചെണ്ട എന്നും ഇവന്റെ മണ്ട പല പല വേഷം കെട്ടി തെക്ക് വടക്ക് പായണ് പായണ് ഉലകില് ഗതികേടിന്റെ പര്യായമായി മാറണ് മാറണ് ദൈവമേ ദൈവമേ ഇങ്ങനെ കുരിശില് കേറ്റണതെന്തേ ദൈവമേ ദൈവമേ ഇച്ചിരി റെസ്റ്റ് തരാത്തത് എന്തേ സിംഗമ നിക്കണ ഞാനൊരു കോമഡിയാകണ പോലെ ട്രാജഡി കാവടി തുള്ളണ എന്തൊരു വര ഇത് മോനെ കിസ്മത്ത് പണി തന്ന് കിസ്മത്ത് പണി തന്ന് പ്രതിഭേട്ടൻ വീണ്ടും പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. പ്രദീപേട്ടാ ഇന്ന് എത്ര പെണ്ണ് കണ്ടു? പോടാ. അതെ പെണ്ണിട്ടില്ലെന്ന് കുഴപ്പമൊന്നുമില്ലടാ. നീ കഴിഞ്ഞ ദിവസം അവിടെ പോയി പെണ്ണാണ്. അപ്പൊ നീ ആ കാര്യം പറയും എന്താണ്? വിഷമിക്കണ്ട, ഓരോന്നിനെ അതിൻ്റെതായ സമയമുണ്ട്. എവിടെ താടിക്ക് നനച്ചു തുടങ്ങിയില്ലേ? ആ താടിക്ക് നനച്ചു തുടങ്ങി. നമുക്ക് നിങ്ങളൊക്കെ വല്ല കാശിക്ക് പോവാ, അതപ്പം നടക്കുള്ളൂ. കാശിയാ? അത് കറക്റ്റാ, കാശിക്ക് പോണ നല്ലത്. ഹലോ നീ ആരടാ? പറഞ്ഞോ? എടാ അമ്മയുടെ അമ്മയുടെ വീട്ടിൽ നിന്നാ. ഹലോ അമ്മു അല്ല അമ്മേ. ആ ഞാനിവിടെ പന്ത് കളിച്ചോണ്ടിരിക്കും. എന്നെ കണ്ടാൽ തിരിഞ്ഞോടും നല്ല കാലം ഓടിച്ചിട്ട് പിടിക്കാൻ തുര ഓട്ടം ഇഷ്ടപ്പെട്ട ഒന്നിനും എന്നെയില്ല നോട്ടം ആണോ ഇത് ശനിയുടെ പലഹാരം സോറി പരഹാരം അപഹാരം മോഹം മോഹം നെട്ടായി കെട്ടി തോട്ടിലെറിഞ്ഞാലോ അല്ലേലൊരു കുഴി കുത്തി മൂടിയതിന്റെ മേലെ ഇരുന്നാലോ കുക്കർ പോലെ മനസ്സ് നിറയണ ഉള്ളിൽ പ്രഷർ എന്നിത് കൂവും വിസില് സമയം നീളണത് പുല്ല് കുക്കർ പോലെ മനസ്സ് നിറയണ ഉള്ളിൽ പ്രഷർ എന്നിത് കൂവും വിസില് സമയം നീളണത് പുല്ല്. തവി എന്താ പറയാ തരുന്നത്? തവിയ തവി ഞാൻ എടുത്ത് ബീഫ് ഫ്രൈ കൂടെ തിന്നു. എന്തേ ഉണ്ടാക്കണം? ഇന്നലത്തെ വർക്കിന് ബാക്കി പൈസ വിടറാ. ഏത് വർക്ക്? ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നില്ല, അതിന്റെ പൈസ എവിടെയാണ്? ആ അതൊക്കെ അവിടെ ഉണ്ടാവും. കാറ്ററിംഗ് തുടങ്ങി വെച്ചിട്ട് അവന് മര്യാദ നോക്കി നടത്തറിയില്ല വെറുതെ. എൻ്റെ അച്ഛനും അമ്മയും മരിച്ച അന്ന് മുതൽ എൻ്റെ തന്ത്ര കളിക്കാൻ തുടങ്ങിയതാ. നീ അതെ അതെ ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളതാണ്. അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? അത് ഞാനാ ഇതൊക്കെ ഇത് 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 നോക്കി നടത്താൻ ഞാൻ അവസാനം അല്ലേ ഇറ്റ് പോടാറുന്നു. എനിക്ക് ഭ്രാന്തളി കൊണ്ട് സുമനെ ഇതെല്ലാം പുല്ലെല്ലാം എടുത്തെറിഞ്ഞ് ഇവിടുന്ന് പോയിക്കളയും കേട്ടോ. ഓരോ കേട്ടറിങ്ങി തേങ്ങ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ ബാണങ്ങളെ കൊണ്ട് തോറ്റു. കിസ്മത്ത് പണി തന്ന് കിസ്മത്ത് പണി തന്ന് ഉല്ലേ ഉല്ലേ വച്ചപ്പുല്ലേ മണമില്ല വച്ചപ്പുല്ലേ. പത്രങ്ങൾ കൊണ്ടല്ലോ ഇവിടെ. ചോറയണ വാർത്തയെന്നാണോ? ഓ നല്ല ചോറയണതാ. അയ്യോ എൻ്റെ കുസുമം ആരുള്ളത്? അടുത്ത പാടി ചീപ്പോടാ കള്ള. ഓ നോ പിന്നെ തന്നെ പണി. വരൂ നമുക്ക് ആ പശുദോഷത്തിൻ്റെ അടുത്തേക്ക് പോകാം. എൻ്റെ പോയിട്ടാ അവിടെ വെച്ച് നമുക്ക് നമ്മുടെ പ്രേമം പങ്കുവയ്ക്കാം, മണ്ണിരകളെ കൊത്തിപ്പഴുക്കാം. വരൂ. അനാശാസം ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. എൻ്റെ കുസുമം പക്കത്തിൽ വാ സെമ്പകോ. എന്ത് കുസുമ? ആരാത്? ഓ സെമ്പകോ നമുക്ക് വായോ, നമുക്ക് ആ പശുദോഷത്തിൻ്റെ അടുത്തേക്ക് പോവാം. പശുദോഷത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മോട്ട് കളി എന്തായാലും ഓടിക്കും. ഏട്ടായി വായോ. എന്ത് ജന്മാടാ നിന്റെ? നീ കൊരകര എൻ്റെ കല്യാണം കൊണ്ടു വന്നിട്ട് എൻ്റെ മക്കിട്ട് കയറണം. എനിക്കൊന്ന് ചോദിക്കണ്ടേ?
കിസ്മത്ത് കിസ്മത്ത് പണി തന്ന് കിസ്മത്ത് പണി തന്ന്. ചേട്ടാ ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കരുത്. എനിക്ക് ചേട്ടനെക്കാട്ടി നല്ലൊരു ചെക്കനെ കിട്ടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. സോറി ബ്രോ. സുനിമോനെ അയ്യോ അയ്യോ പോടാ. അയ്യോ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്തെങ്ങനെ നിനക്ക് മാത്രമുള്ളൂ. എന്താണ് സുബി ഇങ്ങനെ? എനിക്ക് എന്താണ് ഒരു കുറവ് പറ നീ. ലുക്കില്ലേ, ജോലിയില്ലേ, നല്ല അത്യാവശ്യം നല്ലൊരു പണിയില്ലേ? അല്ലേലും മാന്യന്മാർക്കൂടെ പെണ്ണ് കെട്ടാനില്ല. എന്തത് അല്ലേ? അതെ രവിയെ, ഇനി പ്രദീപ് പെണ്ണ് കെട്ടണില്ല. ഞാൻ പറഞ്ഞ മനുഷ്യൻ നീക്കെ കുടിച്ച് ചാവൂടാ. അച്ചാറ് എവിടുന്നാണോ? അച്ചാറ് അത് സുബി കൊണ്ടുവന്നതാ. അയ്യോ ഒരു മിനിറ്റ്. ഹലോ, ഞാൻ അവിടെ പ്രദീപിൻ്റെ വീട്ടിലുണ്ട്. ആ ഞാനിപ്പോൾ വരാം. പറഞ്ഞു അവളാ വിളിച്ചത്. ഇനി ഞാൻ വരണ വരൊരു സമാധാനം ഉണ്ടാവില്ല. ഈ അച്ചാറ് ഞാൻ എടുക്കണ്ടിട്ടാ, കൂട്ടാൻ വയ്ക്കാൻ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണേ. അച്ചാറോട്ടാ കയ്യോട്ടും വന്ന് വെക്കറ കയ്യല്ലേ വിട്ടുള്ളൂ. ഇത് കൊണ്ടു ചെന്നില്ലെങ്കിലേ ഇതാ വലിയ കളി. അയ്യോ അച്ചാറ് പോയി. എന്താണിത്? താമസമെന്തേ വരൂ. താമസമുണ്ട്. അക്ഷയയില് കുടിയടപ്പിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് 2 ആഴ്ച. നാളെ നമുക്ക് ആ വഴിക്കൊന്ന് പോണം. 2 വർത്താനം പറയണം. 2 അല്ല 4 പറയും. നമ്മൾ ഇപ്പൊ പോണ്ട. എന്താ ഇപ്പഴേ രാത്രി ഞാൻ നല്ല മൂഡിലാണ്. ഇപ്പൊ പോണ്ട, ഉറങ്ങണം. നീ പോയി കിടന്ന് ഉറങ്ങടാ പൊട്ടാ. ഇങ്ങടെ ഇങ്ങനെ നടക്കടാ. അങ്ങോട്ട് വാ, അങ്ങോട്ട് നോക്കണോ? എന്താണ് ഓർമ്മ തന്നെ? 2 ആഴ്ച മുമ്പ് ഒരു കുടികടത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായി? ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ? അതൊന്നും പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ വേണോ? ഇപ്പൊ വേണോ? ഇപ്പൊ തന്നെ കിട്ടുന്ന പറഞ്ഞ ഇവിടുന്ന് എടുത്ത് തരാനാ. അതെ ഉള്ളു ചാടൊന്നും വേണ്ടട്ടാ. ഇവ കുടിക്കണ സർട്ടിഫിക്കറ്റ് വെച്ചേ, അല്ല കുടിക്കാൻ കടമൊന്നുമല്ലേ വെച്ചേ? ഞാൻ അവിടുത്തെ ജില്ലാ കളക്ടർ. എടാ രാവിലെ ഒരു കിട്ടി വന്ന് ഇവിടെ ഇരിക്കുക. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇവളെ അപേക്ഷ എഴുതിയിട്ടുണ്ടാന്ന്. എന്നാ ഇങ്ങോട്ട് കയറി എനിക്ക് നമുക്ക് ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. നിനക്കും വേണ്ട. നീ വാ, എനിക്ക് വാ, പണി കിടക്കണം. അങ്ങോട്ട് അവള് ചാട അങ്ങോട്ട് കാണട്ടെ. എടാ നാറി, നീ ഒന്ന് കോപ്പിലെ പരിപാടി കാണിച്ചേ. എനിക്കിത് പറഞ്ഞിട്ട് ഞങ്ങോട്ട് പോകാൻ പറ്റുമോ? അയ്യോ എടാ, ഞാൻ അപ്പോഴത്തെ ഒരു ദേശം ഞാൻ പറഞ്ഞു പോയതാണ്. അവിടെ കോപ്പിലെ ജാട അവക്ക് മര്യാദക്ക് പറഞ്ഞ എന്താടാ? അവന്റെ ഒരു മര്യാദക്ക് പറയലേ. എടാ സോറി, ഞാൻ വേണ പോയി കോംപ്ലിമെന്റ്സ് ആക്കാം. എന്റെ കോംപ്ലിമെന്റ്സ് നീ എന്തെങ്കിലും ഒരു ദിവസം അവളെ മുമ്പിൽ പെടും. അന്ന് നീ അനുഭവിച്ചു കേട്ടോ. നീ അതിനും മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ സുബിനെ. എടാ അനക്കൊണ്ടോ ഇത് അബദ്ധം? നീ അങ്ങനെ മുണ്ട് പൊക്കി കാണിക്കുന്ന എന്റെ പേടി. ജെട്ടിയിടാത്ത തേണ്ടി അവരായിട്ട് ഒരാൾ വളർത്തി പോകും.
ഓ ഇവർക്കിപ്പോ എന്താ എന്തേച്ചി ഒരു വഴി ഞാൻ ഇനി പെണ്ണ് കാണാൻ പോണില്ല അത്ര തന്നെ അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? നാളെ നീ ഒരു സ്ഥലം വരെ പോകും. എനിക്ക് നാളെ വേറെ പരിപാടി ഉണ്ട് എന്ത് പരിപാടി? അത്ര തന്നെ പറയുന്ന കേക്ക്. എടാ നീ എന്താ അവിടെ മാർക്കോട് ഞാനിപ്പോ എന്താ ചെയ്യാ വെള്ളത്തിൽ കിടിച്ചാട് ആ മീനോൾക്ക് ഞങ്ങൾ പോരാവട്ടെ എവിടെ വഴി കുറെ സ്റ്റെപ്പും പോണത് നിക്കടാ കോപ്പ് തീർന്നില്ലല്ലോ എവിടെയത് ലെഫ്റ്റ് റൈറ്റ് അതന്നെ വഴി. ഒന്നും നടക്കില്ലടാ. ആന എഴുന്നള്ളിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ എഴുന്നള്ളിച്ചിട്ട് എന്താടാ കാര്യം? സുബിനെ ആ എന്നെ ഒരു പെൺപിള്ളാർക്കും ഇഷ്ടപ്പെടൂലടാ. ശരിയാണ്. എനിക്ക് എന്താടാ മനസ്സിലാവത്തെ? എടാ അത് ശരിയാണ്. സോറി ഡാ നീ ഇങ്ങനെ നെഗാവല്ലേ? ചിലപ്പോ ഇതങ്ങനെ ശരിയായില്ല. താഴ്ത്ത് താഴ്ത്ത് ഡാ നമുക്ക് പ്രാവശ്യം ഒരു വെറൈറ്റി അടി പിടിച്ചാലേ? തോന്നുന്നു നമുക്കൊരു പരിഷ്കാരി മോഡലൊക്കെ പിടിച്ചാലേ? പരിഷ്കാരി ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പ്രാവശ്യം മുണ്ട് വേണ്ട. മുണ്ട് വേണ്ടേ? എന്നാ പിന്നെ ഞാൻ പെണ്ണിന് മുമ്പ് തുണിയില്ലാണ്ടിരിക്കാടാ. എനിക്ക് തുണിയില്ലാത്ത മാത്രമേ വിചാരമുള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ. എടാ ഞാനതല്ല ഉദ്ദേശിച്ചേ. പിന്നെ നമുക്ക് പ്രാവശ്യം പാൻറ് ഇട്ട് പോവാ. പാൻറ് ഒന്നും വേണ്ട, അതൊക്കെ റിസ്ക് ആണ്. പ്രദീപേ ജീവിതത്തില് റിസ്ക് എടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ. എൻ്റെ പാൻറ് ഇല്ലടാ. പാൻറ്റാണ് ചേട്ടടിക്കണേ. നിനക്കത് ഊരി തരില്ലേ? നിനക്ക് വേണ്ടി എത്ര ഞാൻ ചെയ്യണ്ടേ? നീ ആ മുണ്ടങ്ങോട്ട് ഊരിയേ. നീ അങ്ങോട്ട് വന്നേടാ, എല്ലാരും അങ്ങോട്ട് കാണട്ടെ. ഇപ്രാവശ്യം ആരെങ്കിലൊക്കെ കുടുങ്ങും. കൊള്ളാലേ? കോലൊക്കെ കൊള്ളാം. കൊടുങ്ങാട്ട് നോക്കിയാ സുബിയെ എന്തടാ ഇയാളെന്ന് എന്നെ നോക്കി ചിരിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ വണ്ടി ഓടിക്കല്ലേ. എന്റെ പുറമതേട്ടാ ഒന്നുമില്ലടാ, ഒരു പഴയ കാര്യം ആലോചിച്ചിരിച്ച. എന്താ ചോദിക്കേ? എന്തൊട്ട കാര്യം ചേട്ടാ? ഒന്നുമില്ലടോ. സുബിയെ ആ നീ വണ്ടി എടുത്തിക്കേ. വണ്ടി എടുത്ത് ഇതൊന്നും ശരിയാവില്ലടാ. എനിക്ക് മടുത്തിങ്ങനെ. നമുക്ക് തിരിച്ചു പറഞ്ഞോണ്ട് തോറ്റു. കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്നേ. കാരേ കാരേ വരല്ലേ? എടി മോളെ വാതിലൊന്ന് തുറന്നേ. തുറക്ക്. അവരിത് എത്തി. ഒന്ന് തുറക്ക്. നിന്നൊന്ന് അവര് വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. തുറക്കടി. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. തുറക്കടി മോളെ. നീ നാണം കെടുത്തില്ല ഞങ്ങളെ. അവരോട് എത്താറായി. ഭഗവാനേ. വേണ്ടടാ വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് വയ്യിറങ്ങ. ഇത് ഇറങ്ങിയിട്ടില്ലേ? ചക്കര നോക്കില്ലട്ടോ. ഇറങ്ങടാ. ഓരോ നോപ്പിക്കുന്ന പാട് എനിക്കേ അറിയുള്ളൂ. ഇറങ്ങണ്ട്. വേണ്ടടാ. വഴിയിലെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെന്താ വൈകി? എനിക്ക് പേടി. ഞാനേ കാത്തിരിക്കായിരുന്നു. വരൂ വരൂ വരൂ, വന്നിരിക്കേ. ഞാൻ കുട്ടിയുടെ അച്ഛൻ. ഇത് എൻ്റെ അമ്മ. ഔ സോറി കേട്ടോ, കുട്ടിയുടെ അമ്മ. മാമൻ മാമൻ ആ പുറത്ത് പോയിരിക്കണേ. വരും വരും. ഇത് ചെക്കൻ്റെ ഏട്ടൻ. ഇത് നമ്മളെ ചെക്കൻ. ഇത് ഞാൻ പറയാ, എന്റെ പേര് സുബിൻ.
സിംഗിളാണ്. സിഗ്മയാണോ? ഓ ആ സിഗ്മയാണ്. മോളെ വിളിക്ക്. ഇപ്പൊ വരേ. ആ മോളെ. നല്ല ചെക്കനാടി. ഇവനും വലിയ നാണക്കാരനാ. പയ്യനെന്താ ജോലി? ജോലി വെപ്പാ. വെപ്പാ. കാറ്ററിംഗ്. കാറ്ററിംഗ്. അങ്ങനെ ഓ പറയാം. ശരി ശരി ശരി. ബിന്ദു മോളെ വിളിക്ക്. ഇറങ്ങിപ്പോയാലേ എന്താ പറയാൻ അപ്പോഴാണ് വരേണ്ടത് പറഞ്ഞു. അതൊന്നുമില്ലേ. ഫോൺ എടുത്ത് എടാ രാവിലെ ഒരുക്കിട്ട് വന്ന് ഇവിടെ ഇരിക്കുക. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇവിടെ അപേക്ഷ എഴുതിയിട്ടുണ്ടാകും. എന്റെ കോമഡി മനസ്സ് നീ എന്തെങ്കിലും ഒരു ദിവസം അവളെ മുമ്പിൽ പെടും. അന്ന് നീ എന്തു കേട്ടോ നീ? കഴിക്ക്, കുഴപ്പം കഴിക്ക് എല്ലാവരും. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ അല്ലേ? അത് വേണോ? എൻ്റെ പൊന്നു പെങ്ങളെ, ഇന്ന് നടന്ന എല്ലാത്തിനും സോറി. ഞാൻ വേറെ മൂഡിലായിരുന്നു, അതുകൊണ്ടാ. ആ കാര്യമായിട്ടും ഞാൻ കാരണം അവന് കുടിക്കണം കൊടുക്കാതിരിക്കല്ലേ. പിന്നെ എൻ്റെ ലൈഫ് ആകെ മൊത്തം പോയി കിടക്കുക. പിന്നെ അതൊക്കെ അവൻ്റെ ലൈഫിലും വരുന്ന കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് പോയി. അത്രേ ഉള്ളൂ. പിന്നെ അവന് കുടിക്കാൻ സോറി. ശരി. ഓ ആശ്വാസമായി. പിന്നെ സത്യം പറയാലോ, ഇന്നലത്തെ ജാട കൂടെ കണ്ടപ്പോ ആ ഇന്നലത്തെ ജാടയായിരുന്നു. ഹലോ വരുന്നവരും പോകുന്നവരൊക്കെ തലക്കരുന്നിറങ്ങി ആരായാലും അങ്ങനെ തന്നെ ബിഹേവ്. അല്ല ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞല്ല, എൻ്റെ അപ്പോഴത്തെ ഫീലിങ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങളുടെ ഫീലിങ്സ് എന്താ നമുക്ക് അറിയത്തില്ലല്ലോ. പെങ്ങള് കൂളാവ്. കൂളായ ഓക്കെ. ഞാൻ ഇന്നലെ നല്ല മൂഡിലല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ കയറി വന്നത്. എന്താ? അതൊന്നുമില്ല. അല്ല ഇനി എന്നെ പോലെ പെണ്ണ് കിട്ടാത്തതിലും. അതൊന്നല്ല. സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് നിന്ന് നിന്ന് മടുത്തു. എനിക്കും പെണ്ണുകൊണ്ട് മടുത്തു. പക്ഷെ ഒരു കാര്യം പറയാലോ, പെങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ പോയി നോ പറഞ്ഞു. പിന്നെ പ്രദീപിന് ഇതൊരു പുതിയ കാര്യമല്ല. പിന്നെ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ. അല്ല എനിക്ക് ഇന്നലെ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ തൻ്റെ ചാട കണ്ടപ്പോഴാണ്. പിന്നെ പിന്നെ ഒന്നുമില്ല. ചേട്ടൻ പണ്ട് നെല്ലിക്കര സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാ? അതെ. എന്തേ? ആ ചേട്ടാ അവിടെ 10 പഠിക്കുമ്പോ ഞാൻ അവിടെ 7 പഠിക്കുന്നുണ്ട്. അതെ. ഓ ഷട്ടിലൊക്കെ കളിക്കൂ? കളിക്കും. എൻ്റെ വീട്ടിൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ വീട്ടിലൊന്നും കയറാത്തോണ്ട് അമ്മ എടുത്ത് അടുപ്പിട്ടു. അതൊക്കെ ഒരു കാലം. ABCD QLH അലമാരി കൊള്ളാം. നല്ല വേണ്ടി കൊള്ളാല. അയ്യോ AC നല്ല തണുപ്പായിരിക്കും ഇവിടെ. AC ഒക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് എടോ സിബ്. അയ്യോ അയ്യോ എന്താ കുടുങ്ങി. ഇങ്ങോട്ട് വരല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കൊരു ഓമം നട്ടറിയ ഇവിടെ. നീ എന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ടാ. ഞാൻ ബാത്റൂമിലുണ്ടെന്ന് പറ. നീനെ ഇത് നമ്മളെ മാത്രം അറിഞ്ഞാൽ മതി. വേറെ റിലീസ് പറയണ്ട. അവര് വെച്ച് ഞാൻ എന്ത് പറയും? നീ വേറെ എന്തെങ്കിലും പറ. ഓക്കെ വേഗം പോടി. അയ്യോ കൊള്ളപ്പെടുത്ത് കഴിക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. കഴിക്ക്, ചായ കുടിക്ക്.
എന്തടി എന്ത് അയ്യോ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? കുടുങ്ങിയ ഊരെടുക്കണം. അത് ഞാൻ നോക്കിക്കൊണ്ട്, നീ പൊക്കോ. അല്ല, ഞാൻ അവരോട് എന്ത് പറയും? അവിടെ ബാത്റൂമിന്റെ വാതിൽ കുടുങ്ങിന്ന് പറ, അത് ഞാൻ നോക്കിക്കൊണ്ട്. അയ്യോ എനിക്കിപ്പോ 10 ഏക്കർ സ്ഥലമുള്ളത്. അതില് 9 ഏക്കറും ഇപ്പൊ എന്റെ അല്ല. എന്താ മോളെ അത്? ഞാനടാ സുബിന. പ്രദീപേ, ജീവിതത്തിൽ റിസ്ക് എടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ. എന്താ പറ്റിയേ? നീ തുറക്ക്. കമലേ, കമലേ, ഇവിടെ ആരുമില്ലേ? നീ വൈരന്റെ അവിടെ തുറക്കടാ. എന്തേ എന്താ പോലെ പ്രശ്നം? അതൊന്നുമില്ല, ബാത്റൂമിൽ ഡോർ കുടുങ്ങിയതാ. ബാത്റൂമിൽ കുടുങ്ങി? നടക്ക്, പോയി ഇത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ആ ഡാഡി, ആ ഇവിടെ സെറ്റ് ഉറപ്പിച്ചു. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതെ, ഞാനിപ്പോ വരാം. നിങ്ങളെവിടെ പോണു? ഇവരെല്ലാം ഓക്കെ അല്ലേ? എന്തൊക്കെയാ? വേറെ ഒന്നും കൂടി ഇത് വേറെ പരിപാടി. ഇവിടെ സെറ്റ്, ഇവിടെ ഉറപ്പിച്ചു. തകർക്ക് ബ്രോ, തകർക്ക്. പോലെ നിനക്ക് എവിടുന്നടാ? മോനെ എന്താ പറ്റി? ആശുപത്രിയിലേക്കാ? ചോരയാ? എവിടെ? ഞാൻ ചോദിക്കണ്ട്. വെള്ളം വെള്ളം കൊടുത്താ പറയാന്നാ പറയണതേ. കുറച്ച് വെള്ളം അവിടുന്ന് ആരൊക്കെ അറിയണു? അത് മറന്നു. മോനെ മോനെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടേ. നീ ധൈര്യമായിട്ട് അവിടെ ഇരുന്നോ. നമുക്കത് ചവിട്ടി പൊളിച്ചാലോ? അതിനിപ്പോ എന്താ, നമുക്ക് പുതിയത് വെച്ചൂടെ? ഇപ്പൊ ശരിയാ. അമ്പലത്തിന് എന്തോ ഐഡിയ വന്നിട്ടുണ്ട്. ചക്കനത് മൊബൈലിൽ കളിച്ചിരിക്കുക. മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാമൻ പട്ടാളത്തിലായിരുന്നു. ഇതിപ്പോ നാട്ടുകാരുടെ നമ്മുടെ സ്ഥിതി എന്താവും? മോനെ വെട്ടത്തി കൊണ്ടുണ്ട് അമ്മായി, വെട്ടി പൊളിക്കാട്ടാ. മോനെ പേടിയുണ്ടാവേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഫയർഫോഴ്സിനെ വിളിക്കാം. ഇന്ന് വേറെ സാധനം എടുക്കാം. പിന്നെയും പോകും. ഇതിലെന്താ അത്ര നാളെ മോനെ? ഒക്കെ സംഭവിച്ചു പോണല്ലേ. നിങ്ങൾക്കങ്ങനെ പറയാം. മനസ്സിലൂടെ പെണ്ണ് കാണാൻ വന്ന് നാണം കെട്ട് തൊലി ഒരിഞ്ഞിരിക്കുക. ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാ? എന്തിനാണ് പാര പാര വെച്ച് എന്ത് ചെയ്യാൻ പോവാണ്? നേരത്താണോ പാലിടാൻ തോന്നിയത്? ഇതെന്തിനാ കത്തിക്കണേ? ഇഷ്ടല്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്തത്. ഇനിയും കുടുങ്ങൂണ് മേടിച്ചിട്ടാ ജെട്ടിയിടാത്തവൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചക്കനെ കളിയാക്കരുതെന്ന്. അയ്യോ അയ്യോ, ജെട്ടിയിടാത്തവൻ.
ഇതിപ്പോൾ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? വെട്ടുകത്തിയില്ലേ, നമുക്ക് വെട്ടി പൊളിക്കാം. എല്ലാരും ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തോക്കെടുത്ത് വന്നല്ലോ. അല്ല ഉണ്ണിച്ചേട്ടാ, അത് പൊട്ടുവോ? അതിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കമലം. എന്തൊട്ട് യുദ്ധഭൂമിയാ. നിങ്ങൾക്ക് എന്തിനാ ഇവിടെ വന്നത്? തല്ലു പിടിക്കാനാണോ അതോ ചെറുക്കനെ രക്ഷിക്കാനാണോ? അതെ അതെ, എന്നിട്ട് ഇവിടെ നടക്കണേ എന്താ ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ? ഞങ്ങളുടെ ഇവിടെ നിൽക്കണോണ്ട് എന്താ കുഴപ്പം? അതന്നെ നീനെ ഇവർക്കൊന്ന് വിളിച്ചണ്ടോ? അതെ, വാതിൽ കുടുങ്ങിയൊന്നല്ല, പിന്നെ സിബ് കുടുങ്ങിയതാ. ആ താനിങ്ങോട്ട് വന്നേ. എങ്ങടാ? അടി ഒരു മിനിറ്റ്, സത്യം പറ എന്താണ്ടായത്? അതെ, അവനെ ഒന്നിനു പോയതാ. പാവം പയ്യൻ. മോനെ, മാമനാണ്. പുകച്ചിലുണ്ടോ? കാര്യട്ടില്ല. അളിയാ മോനെ, സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ? അളിയോ, ടെൻഷൻ കൊണ്ടല്ല അളിയാ. പണ്ട് ഞാൻ ബോർഡറിലായിരിക്കുമ്പോഴേ. അളിയാ, ഇപ്പൊ നമ്മൾ എന്തിനാ ബോർഡറിലേക്ക് പോകണ്ട? അവനെ എങ്ങനെയും പുറത്ത് കൊണ്ടുവരാൻ നോക്കാം നമുക്ക്. ആ ചെക്കൻ്റെ ഒരു ഇരിപ്പ് നോക്കി. ആ ചെക്കൻ്റെ അനിയനല്ല അവിടെ കുടുങ്ങി കിടക്കണ്. അതിനൊന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണ്ടേ? അതിനിപ്പോ എന്താ ചെയ്യാ? ഹലോ, എന്തായി? അവിടുന്ന് പോന്നാ? അവനവിടെ ബാത്റൂമിൽ കയറി വാതിലടച്ച് കയറി. ബാത്റൂമിലാ? ദൈവേ, എന്തായി ചെക്കന് വട്ടായാ? എനിക്കറിയില്ല, കൊറേ നേരം അവിടെ ഇരിക്കുന്നത്. വൈകോ ദേ, എനിക്ക് 3:30 ട്രെയിന്. നേരത്തെ വന്നില്ലെങ്കിലുണ്ടല്ലോ. അത് വരാം, ഈ വെയിറ്റ് എപ്പോഴും കേക്കണ. എന്താടാ അതവനവിടെ കുടുങ്ങി കിടക്കുക? എന്താ പ്രശ്നം? ചേട്ടൻ വന്നിട്ടുണ്ട്. നീ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ നീ വാതിലോർക്ക്. ചേട്ടൻ വന്നിട്ട് റെഡി ആക്കി വരും. അയാളോടാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് ആരും കാണണമെന്ന് പറ. എന്നാ അവനോട് അവിടെ നിന്നോളാൻ പറടാ, നമുക്ക് പോവാം. അയാളോട് പോവാൻ പറടാ, ബാക്കിയുള്ളവർക്ക്. അതെ, പ്രശ്നമൊന്നുമില്ല. രാവിലെ ചേട്ടനും അനിയനും ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് പിടങ്ങി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ അത് ശരി. മോനൊന്ന് മാറി. മോനെ, എന്തിനെങ്ങനെ പിണങ്ങിയിരിക്കണേ? നീ ഇങ്ങനെ ഇറങ്ങി വാ. എനിക്ക് ആരും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരും അല്ല തരുന്നത് എന്നെ സഹായിക്കുന്നത്. എന്നെ ആരും സഹായിക്കണ്ട. പ്രതിഭ ആരാ? പാലോർക്ക്. ഞാനാ. ഇടാൻ പറഞ്ഞ സമ്മതിക്കരുത്. ഇപ്പൊ എന്തായി? ചൊറിഞ്ഞിട്ടാ? നോക്കട്ടെ. വലിക്കല്ലേ, വേദനയ്ക്കും? ഇല്ല, നോക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, കണ്ണടക്കി. One, two. വാടി പോവാ. ഡോറ് കുടുങ്ങിയതല്ലേ?
പ്രതിഭ വാ പോവാ, കല്യാണം മുടങ്ങി. ഈ പഞ്ചായത്തിലെ പെണ്ണിട്ട് തിരുമുടിച്ച് കൊണ്ട് നീ മാത്രമായിരിക്കും. പ്രതിഭേട്ട വീണ്ടും പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. പ്രതിഭേട്ട ഇന്ന് എത്ര പെണ്ണ് കണ്ടു? കേട്ടനും തുടങ്ങി വെച്ചിട്ട് ഒരു നോക്കി അടത്തറിയില്ല. അതെ അതെ, ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളതാണ്. അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? അത് അനക്കുണ്ടോ ഇതാ? നീ അങ്ങനെ മുണ്ട് പൊക്കി കാണിക്കണം എന്റെ പേടി. ചേട്ടാ ഞാൻ പറയണോണ്ടൊന്നും വിചാരിക്കരുത്. എനിക്ക് ചേട്ടനെക്കാട്ടി നല്ലൊരു ചെക്കനെ കിട്ടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഡോറ് കുടുങ്ങിയതല്ലേ? ഇവിടെ ഇരിക്കായിരുന്നോ മിസ്റ്റർ പ്രദീപ്? ഹലോ മിസ്റ്റർ പ്രദീപ്, എന്താണ് ഒരു തലവേദനയുടെ മരുന്ന് വാങ്ങിത്തരുമോ? പൊടി എന്താണ് വയ്യാഞ്ഞിട്ടാണ്? എന്തോന്ന് നീ എൻ്റെ ചേട്ടനോട് പറ. പിന്നെ താനാരാണോ? ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് ഇത്ര ശോകമൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ പ്രദീപ്. ഞാൻ പോണ്. അല്ലെങ്കിൽ തന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. താനവിടെ ഇല്ലേ, ഞാനവിടെ മുരടിച്ചു പോകും. എന്താടാ വാ. പ്രതിഭ എവിടെയായിരുന്നു ഇത്ര നാളും? ഈ വഴി കണ്ടിട്ട് കുറെ കാലായിരുന്നു. ഞങ്ങൾ ക്ലബിലെ പിള്ളേരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തു. വേറെ ഒന്നല്ല, ഇന്നേ വരെ ഒരു ക്ലബിലും ചെയ്യാത്തൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടോടെ ചെയ്തത്. പ്രദീപിനൊരു എടാ അങ്ങനെ എടുത്തേ. പ്രദീപിനൊരു ജെട്ടി എന്നാ വാങ്ങിക്ക് പ്രദീപേ. നമ്മുടെ പൊന്നോമന ക്ലബിന്റെ പുത്രനായ പ്രദീപിനൊരു ജെട്ടി. അവൻ്റെയൊക്കെ ചട്ടിയും കോപ്പും പുല്ല മനസ്സിലെ കളിയാക്കുന്നത് അതിലുണ്ട്. നീ സീരിയസ് ആയിട്ട് എടുക്കലടാ. പിള്ളേര് തമാശ പറഞ്ഞു വെച്ചിട്ട് നീ എവിടേക്കാ പണിയിട്ട് പോണേ? പിള്ളേര് എന്ത് തമാശ? എന്താ തമാശ? ഓണത്തിലെ തമാശ. ഇനിയേ എനിക്ക് നിങ്ങളോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പോവാ. പോവല്ലേ, പരിഹാരം നീയേ പ്രദീപിന്റെ ശവമേ കൊണ്ട് കയറി. പ്രദീപിന്റെ വാക്കാ കേട്ടാ. കോപ്പും വേണ്ട, കോപ്പും വേണ്ട. ഇവിടെ ഇതെന്തേ ശവായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്? ശവായ ഇത് അവളല്ലേ നീന? അവള് പോയില്ലേ? അവള് പോയിട്ടില്ല. മോങ്ങ നോക്കിക്കണ പോലെ ഇങ്ങടെ നോക്കിക്കണ്ട്. അല്ലടാ കൊഴപ്പില്ലടാ, ഇത് അറിയണ പോച്ചല്ലേ ഇങ്ങോട്ട് പോന്നോട്ടെ. നീ എന്തിനാ ഇങ്ങോട്ട് വെച്ചിരുന്നേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവളിങ്ങോട്ട് വരണേ. തേങ്ങാക്കൊല വാ വായോ. മീനമേടാ? അതെ. എന്താ ഇവിടെ? ഒരാളെ കാണാൻ വന്നതാ. ആരാണ്? എന്നെയാണോ? അതെ. എന്താണ്? ഒന്നുമില്ല. അസട്ടിന്റെ കാര്യം ശരിയായിട്ടുണ്ട്. നാളെ വന്ന് വാങ്ങിച്ചോട്ടാ. അല്ല ഇത് പ്രദീപേട്ടനല്ലേ? അതെ അതെ, പ്രദീപേട്ടനാണ്. പ്രദീപേട്ടാ എന്തോ സുഖല്ലേ? ശരി ശരി ശരി. നിനക്ക് വെള്ളം ഇറക്കാൻ യോഗമുള്ളൂ. നല്ല കുട്ടിയില്ലേ? ഞാൻ നോക്കിയാലോ? വേണ്ട, നല്ല ഇടി കിട്ടും.
ഇങ്ങോട്ട് നോക്കണ അവിടുന്ന് ഇങ്ങോട്ട് കളിക്ക്. എന്താണോ വിളിക്കുന്നു? ഹലോ ബ്രോക്കർ, എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ഈ പരിപാടി നടത്തി. എനിക്കിനി പെണ്ണ് കണ്ട് നടക്കാൻ വയ്യ. എന്താണ് പെണ്ണ് കണ്ട് ബുദ്ധിമുട്ടുണ്ടടാ. അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, കണ്ടില്ല? അവര് ഓക്കെയാണ്. അത് പറയാനാ വിളിച്ചത്. അവര് ഓക്കെയാണ്. ഇയാൾക്ക് ശരിക്കും മട്ടാണ്. சிரிப்புல தானே சொக்கா மேக்கா மயக்கிட்ட நீயே ரோஜா தேனே கண்ணால மயக்கிட்ட பொண்ணு கண்ணால மயக்கிட்ட சிறுன்னு இழுத்துட்டு எங்க போற நீ என் பொண்டாட்டி ராசாத்தி 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 மோகம் ஏறுது என் நெஞ்சுக்குள்ள என்னென்னவோ ஆகுது എന്താണ് പതിവില്ലാണ്ടൊരു നോട്ടൊക്കെ? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, എന്നാലും നിനക്ക് എന്നെങ്ങനെ ഇഷ്ടപ്പെട്ട് ആലോചിക്കായിരുന്നു. അതോ? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്ന് പറ. അതെനിക്ക് ഓർമ്മയില്ലെന്ന് പറയാൻ. ഓർമ്മയില്ലാന്ന് പറഞ്ഞിട്ട് പോ. നിങ്ങക്ക് വേറെ പടിയൊന്നുമില്ലേ? പറയാൻ പറഞ്ഞപ്പോ എടി 500 തിരിച്ചുതരാ. പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. കിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലേ? എനിക്ക് തമിഴ് അറിയോ? അറിയല്ലോ. ഇതെന്തൂട്ടാ നോക്കിയേ. എന്ത് നന്ദി വണക്കം. നന്ദി വണക്കാ? ഹലോ, ഇതാര്? ജയലളിതയോ? ചേട്ടാ, ചേട്ടന് തമിഴ് അറിയില്ലേ? പിന്നെ ഇതെന്തൊട്ട് എഴുതിയാണ്? ഒന്ന് വായിച്ചു നോക്കിയേ. എനക്കുന്നെ പിടിച്ചു പോച്ച്. ആ, മുന്നേ എന്നെ പിടിച്ചു പോച്ചാ? വീരൻ വീഴണ കണ്ട തിന്നണ ഗോതമ്പുണ്ട കാലം കൊട്ടണ ചെണ്ട എന്നും ഇവന്റെ മണ്ട പല പല വേഷം കെട്ടി തെക്ക് വടക്ക് പായണ് പായണ് ഉലകില് ഗതികേടിന്റെ പര്യായമായി മാറണ് മാറണ് ദൈവമേ ദൈവമേ ഇങ്ങനെ കുരിശില് കേറ്റണതെന്തേ ദൈവമേ ദൈവമേ ഇച്ചിരി റെസ്റ്റ് തരാത്തത് എന്തേ സിംഗമ നിക്കണ ഞാനൊരു കോമഡിയാകണ പോലെ ട്രാജഡി കാവടി തുള്ളണ എന്തൊരു വരയിത് മോനെ കിസ്മത്ത്
എന്നെ കണ്ടാൽ തിരിഞ്ഞോടും നല്ല കാലം ഓടിച്ചിട്ട് പിടിക്കാൻ തുര ഓട്ടം ഇഷ്ടപ്പെട്ട ഒന്നിനും എന്നെയില്ല നോട്ടം ആണോ ഇത് ശനിയുടെ പലഹാരം സോറി പരഹാരം അപഹാരം മോഹം മോഹം മിഠായി കെട്ടി തോട്ടിലെറിഞ്ഞാലോ അല്ലേലൊരു കുഴി കുത്തി മൂടിയതിന്റെ മേലെ ഇരുന്നാലോ കുക്കർ പോലെ മനസ്സ് നിറയണ്ട ഉള്ളിൽ പ്രഷർ എന്നിത് കൂവും വിസില് സമയം നീളണത് പുല്ല് കുക്കർ പോലെ മനസ്സ് നിറയണ്ട ഉള്ളിൽ പ്രഷർ എന്നിത് കൂവും വിസില് സമയം നീളണത് പുല്ല് കിസ്മത്ത് പണി തന്ന് കിസ്മത്ത് പണി തന്ന് കിസ്മത്ത് 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 പണി തന്ന് കിസ്മത്ത് പണി തന്ന്